വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിന്റെ എക്സാം മാരത്തോൺ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾക്ക് സാറ്റർഡേ ആണ് എക്സാം, സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിന്റെ എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാം മാരത്തോൺ ആണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. പ്രധാനമായും ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 12 ക്വസ്റ്റ്യൻസ് ആണ് ഈ മാരത്തോൺ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ എല്ലാം പഠിക്കണം, എങ്കിലും ഇതിൽ പറയുന്ന ഈ മാരത്തോണിന് പറയുന്ന ഈ 12 ക്വസ്റ്റ്യനും നിങ്ങൾ വിടാതെ മനസ്സിലാക്കി പോവുള്ളൂ. കാരണം നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യുള്ളൂ. അതിൽ 12 ക്വസ്റ്റ്യൻ ടീച്ചർ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ മാരത്തോൺ ക്ലാസ് ശ്രദ്ധിച്ചാൽ തന്നെ എഴുതാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം വളരെ ഈസി ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാരത്തോൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ്, അതായത് എക്സാം പ്രിപ്പറേഷൻ നോട്ട്സിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്സ് ആണ് മാരത്തോണിന്റെ ഫസ്റ്റ് ടോപ്പിക്സ് ആണ് പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ഇൻ ഇന്ത്യ. പ്ലൂറാലിറ്റി എന്താ മക്കളെ? പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾക്ക് ഇന്ത്യയുടെ സാംസ്കാരികതയെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്സിൽ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് മാരത്തോൺ ടോപ്പിക്സ് ആണ് കേട്ടോ. ഇന്ത്യയിലെ പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുസ്വരത. ഇന്ത്യയുടെ ബഹുസ്വരതയും അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള പൊരുത്തപ്പെടലിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ നോക്കൂ, ഇന്ത്യ ക്യാരക്ടറൈസ്ഡ് ബൈ ഡൈവേഴ്സിറ്റി ഇൻ റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ് ആൻഡ് കൾച്ചർ. അതായത് ഇന്ത്യയുടെ ക്യാരക്ടർ, അതായത് ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ എന്താണ്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഇന്ത്യ ക്യാരക്ടറൈസ്ഡ് ബൈ ഡൈവേഴ്സിറ്റി, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ് ആൻഡ് കൾച്ചർ. അപ്പൊ ഇന്ത്യയുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയും, അതെ, വൈവിധ്യം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ്. അപ്പൊ ഈ ഡൈവേഴ്സിറ്റിയും, റിലീജിയൻ, മതങ്ങളും, ലാംഗ്വേജ്, ഭാഷയും, കാസ്റ്റ്, ജാതിയും, കൾച്ചർ, സംസ്കാരവും ഒക്കെ ഒത്തടങ്ങിയതാണ് ഇന്ത്യയുടെ സ്വഭാവ സവിശേഷത. അതേപോലെ ഇന്ത്യയുടെ ബഹുസ്വരത അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ കൾച്ചറൽ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? ഡൈവേഴ്സിറ്റി, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ്, കൾച്ചർ. ആൻഡ് ദെൻ കൾച്ചറൽ അക്കോമഡേഷൻസ്. അതേപോലെ ഇവിടെ കൾച്ചറൽ അക്കോമഡേഷൻ പ്രൊമോട്ട് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അതേപോലെ ഇന്ത്യയുടെ കൾച്ചറൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക പൊരുത്തപ്പെടൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു? പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് കേട്ടോ. അതവിടെ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ടീച്ചർ ഇത് വരച്ച് കാണിച്ചു തരുന്നത്. നോക്കൂ, പീസ്ഫുൾ, അത് കഴിഞ്ഞിട്ട് കോ എക്സിസ്റ്റൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഇന്ത്യയുടെ കൾച്ചറൽ അക്കോമഡേഷൻ, സാംസ്കാരിക പൊരുത്തപ്പെടല് എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ്? പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അതായത് സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വവും, അതേപോലെ തന്നെ
ടോളറൻസ് ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ. അതേപോലെ തന്നെ സഹിഷ്ണുതയും പരസ്പരം ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരുമയും ഒക്കെയുള്ള ഒരു വൈവിധ്യമാണ് ഇന്ത്യയുടെ പ്രത്യേകത. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഏതിൽ വെക്കണം? പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്സ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതാണ് ടീച്ചർ, അതായത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്സാ എന്നും ആ ടോപ്പിക്സിൽ വരുന്നത് എന്തൊക്കെ എന്നുമാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. ഒരു എക്സാമിന് ചോദിക്കാവുന്ന ടോപ്പിക്സും ആ ടോപ്പിക്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്നുമാണ് ടീച്ചർ ഇതിൽ തരുന്നത്. പിന്നെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, വളരെ വൈഡാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ. അപ്പോ കൾച്ചറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ഈ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ വെക്കേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് ആണ്, വൈവിധ്യമാണ്. കാരണം ഇന്ത്യ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സെക്യുലറിസം ആണ്. വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ നിലനിർത്താൻ സഹായിക്കുന്നത് ഇന്ത്യയുടെ ഈ വൈവിധ്യമാണ്. നമ്മൾ ഭാഷയിലും വസ്ത്രത്തിലും ഭക്ഷണ രീതിയിലും നമ്മളുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ നമ്മൾ വ്യത്യസ്തത പുലർത്തുന്നുണ്ടെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം വളരെയധികം വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യത്യസ്തതയിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് റിലീജിയൻ ആയാലും ലാംഗ്വേജ് ആയാലും കൾച്ചർ ആയാലും ഒക്കെ ഇവിടെ ഡൈവേഴ്സിഫൈഡ് ആണ്, വൈവിധ്യമാണ്. കൂടാതെ നമ്മൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്? ഒരു കൾച്ചറൽ അക്കോമഡേഷൻ, സാംസ്കാരികപരമായ ഒരു പൊരുത്തപ്പെടലും അതേപോലെ തന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായിട്ടുള്ള ഒരു നിലനിൽപ്പും അതേപോലെ സഹിഷ്ണുതയും ഇന്റഗ്രേഷനും ഒക്കെ ഇന്ത്യയുടെ പ്രത്യേകതയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുക ടോപ്പിക്ക്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്സിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ നമ്മളുടെ മാരത്തോണിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഏതാ നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു, രണ്ടാമത്തെ മാരത്തോൺ ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജീസ് സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. ഗാന്ധിജിയുടെ സത്യാഗ്രഹവും നോൺ വയലൻസ്. എന്താ നോൺ വയലൻസ് എന്ന് പറഞ്ഞാല്? അഹിംസയും. ഗാന്ധിജിയുടെ സത്യാഗ്രഹവും അതേപോലെ തന്നെ അഹിംസയും. അപ്പൊ എന്താണ് ഗാന്ധിജിയുടെ സത്യാഗ്രഹവും നോൺ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ടീച്ചർ അതിന്റെ റെക്കോർഡിംഗ് ക്ലാസ് നന്നായിട്ട് പോയിന്റ് ബേസ് ആയി തന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അതിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ ടീച്ചർ ചൂണ്ടിക്കാണിച്ചു തരാം. ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണ്, ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എന്തും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഗാന്ധിജി ഫോളോ ചെയ്തിരുന്ന രണ്ട് ആശയമായിരുന്നു സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. അതായത് സത്യാഗ്രഹവും നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ അഹിംസയും. അപ്പൊ ഗാന്ധിജി ഫോളോ ചെയ്ത രണ്ട് തത്വമാണ് സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. എന്താണ് സത്യാഗ്രഹ എന്ന് പറഞ്ഞാല്? സത്യാഗ്രഹ മീൻസ് അഡ്ഹറൻസ് ടു ട്രൂത്ത്. അഡ്ഹറൻസ് എന്നാ പറയാ. അഡ്ഹറൻസ് ടു എന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ട്രൂത്ത് എന്ന്. അതവിടെ നിങ്ങൾക്ക് ഒന്നിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. സത്യാഗ്രഹ എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തോടുള്ള ഉറച്ച വിശ്വാസം. അഡ്ഹറൻസ് ടു ട്രൂത്ത്, സത്യത്തോടുള്ള ഉറച്ച വിശ്വാസത്തെയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? സത്യാഗ്രഹ. ഇപ്പൊ ഗാന്ധിജി ഫോളോ ചെയ്തത് പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു, സത്യാഗ്രഹവും നോൺ വയലൻസും. സത്യാഗ്രഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ഹറൻസ് ടു ട്രൂത്ത്, സത്യത്തോടുള്ള ഉറച്ച പ്രതിബദ്ധത. സത്യത്തോടുള്ള ഉറച്ച പ്രതിബദ്ധതയെയാണ് എന്ത് പറയുന്നത്? സത്യാഗ്രഹ എന്ന് പറയാം. അതുകൊണ്ട് മക്കളെ,
Gandhi emphasized non-violence, civil obedience, and moral persuasion, tools for social and political change. അതേപോലെ തന്നെ ഗാന്ധിജി പിന്നെ എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്? സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തോടുള്ള ഉറച്ച വിശ്വാസം. സത്യാഗ്രഹ മീൻസ്, സത്യാഗ്രഹ എന്ന് കഴിഞ്ഞിട്ട് മീൻസ് എന്ന് വേണം കേട്ടോ. അഡ്ഹറൻസ് ടു ട്രൂത്ത്, സത്യത്തോടുള്ള ഉറച്ച വിശ്വാസം. കൂടാതെ ഗാന്ധി എംഫസൈസ്ഡ് നോൺ വയലൻസ്. നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹിംസയും. സിവിൽ ഡിസൊബീഡിയൻസ്. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമലംഘന പ്രസ്ഥാനം. ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് എക്സാമ്പിൾ ആണ് ഉപ്പു സത്യാഗ്രഹ. അതായത് വിദേശികളുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് ചെയ്യുക. അപ്പോ ഫോറിനേഴ്സിന്റെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എല്ലാവിധ സാധനങ്ങളും ബഹിഷ്കരിക്കുന്നതിനെ പറയുന്ന പേരാണ് സിവിൽ ഡിസൊബീഡിയൻ. അപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച തത്വമായിരുന്നു നോൺ വയലൻസ്, അഹിംസാ മാർഗവും അതേപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻ. ആൻഡ് മോറൽ പെർസ്യൂഷൻ, ടൂൾസ് ഫോർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. അതേപോലെ തന്നെ ധാർമ്മികവും അതേപോലെ സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ ആര് ലക്ഷ്യം വെച്ചിരുന്നു? ഗാന്ധിജി ലക്ഷ്യം വെച്ചിരുന്നു. സാമൂഹികവും രാഷ്ട്രീയവും ധാർമ്മികമായ മാറ്റത്തിനൊക്കെ ലക്ഷ്യം വെച്ചിരുന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ തലപ്പത്ത് നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട മഹാനായ വ്യക്തിയായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിജി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, കാരണം അത്രയും എത്ര പറഞ്ഞാലും തീരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളുണ്ടു. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഗാന്ധി സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ് എന്ന ക്വസ്റ്റ്യൻ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാന്ധിജി മുന്നോട്ട് വെച്ചത് രണ്ട് കാര്യങ്ങളാണ്, സത്യാഗ്രഹവും നോൺ വയലൻസും. അതേപോലെ തന്നെ അദ്ദേഹം എന്തിനെ ബഹിഷ്കരിച്ചു? ഡിസൊബീഡിയൻ, നിയമം ലംഘിച്ചു. ആരുടെ നിയമം ലംഘിച്ചത്? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമങ്ങൾ ആര് ലംഘിച്ചു? ഗാന്ധിജിയും അനുയായികളും ലംഘിച്ചു. അതിന് ഉദാഹരണമാണ് ഉപ്പു സത്യാഗ്രഹ. അതേപോലെ തന്നെ ഖാദി, നമ്മളുടെ വസ്ത്രങ്ങളൊക്കെ ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം ആളുകളോട് ആഹ്വാനം ചെയ്തു. മാത്രല്ല അദ്ദേഹം സാമൂഹികമായിട്ടും മോറൽ അതായത് അദ്ദേഹം ധാർമ്മികമായിട്ടും അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? അദ്ദേഹം ധാർമ്മികമായിട്ടും അതേപോലെ തന്നെ പിന്നെ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ ഉള്ള എല്ലാ മാറ്റങ്ങൾക്കും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? നേതൃത്വം കൊടുത്തിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത മാരത്തോൺ ടോപ്പിക്സ് ആണ്. നോക്കൂ, ഏതാ നോക്കൂ. തേർഡ് വൺ. തേർഡ് വൺ ആണ് ഗാന്ധി വ്യൂ ഓൺ നാഷണാലിസം. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലുള്ള ദേശീയത. ഗാന്ധീസ് വ്യൂ ഓൺ നാഷണാലിസം, ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലുള്ള ദേശീയത എന്ന ടോപ്പിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മാരത്തോണിന്റെ മൂന്നാമത്തെ, അതായത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഗാന്ധി വ്യൂ ഓൺ നാഷണാലിസം. ഈ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്.
എന്താണ് ഗാന്ധിസ് വ്യൂ ഓൺ നാഷണാലിസം എന്ന് പറഞ്ഞാല്? ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലുള്ള ദേശീയത. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലുള്ള ദേശീയതയെ കുറിച്ച് ആണ് നമുക്ക് ഗാന്ധി വ്യൂ ഓൺ നാഷണാലിസം എന്ന ടോപ്പിക്സിൽ പറയുന്നത്. അപ്പൊ ഗാന്ധി ബിലീവ്ഡ് നാഷണാലിസം ഷുഡ് ബി ഇൻക്ലൂസീവ്, ഡെമോക്രാറ്റിക് ആൻഡ് ബേസ്ഡ് ഓൺ ട്രൂത്ത്, നോൺ വയലൻസ്, സോഷ്യൽ ഹാർമണി. അതായത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്? ഡെമോക്രാറ്റിക്, ഒരു ജനാധിപത്യപരവും, ട്രൂത്ത്, അതേപോലെ തന്നെ സത്യത്തിനും, നോൺ വയലൻസ്, അതായത് അഹിംസയ്ക്കും ഒക്കെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്ത് അതിലൂടെ നാഷണാലിസം വളർത്തണം എന്നാണ് ഏതിൽ പറയുന്നത്? ഗാന്ധി വ്യൂ ഓൺ നാഷണാലിസം എന്ന ഈ ഒരു ടോപ്പിക്കില് വ്യക്തമാക്കുന്നത്. അപ്പൊ ഗാന്ധി വ്യൂ ഓൺ നാഷണാലിസം എന്ന ഈ ഒരു ടോപ്പിക്കിൽ കൂടുതലായിട്ട് പറയുന്നത് എന്താണ്? ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു ദേശീയത. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലൂടെയുള്ള ദേശീയത എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഡെമോക്രാറ്റിക് ആയിരിക്കണം, ട്രൂത്ത് ആയിരിക്കണം, നോൺ വയലൻസ് ആയിരിക്കണം, സോഷ്യൽ ഹാർമണി ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതിൽ ഉൾപ്പെടുത്തണം? ഗാന്ധി വ്യൂ ഓൺ നാഷണാലിസം, ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലുള്ള ദേശീയതയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അടുത്ത മാരത്തോൺ ക്വസ്റ്റ്യൻ ആണ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ. അതായത് നമ്മളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. 4ാമത്തെ ടോപ്പിക്സ് നമുക്ക് പറയാം മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആധുനികവൽക്കരണം. എന്താണ് ഇന്ത്യയുടെ ആധുനികവൽക്കരണം? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം അല്ലെ. ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ടെക്നോളജിയുമായി ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വെക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ആധുനികവൽക്കരണം. നോക്കൂ, മോഡേണൈസേഷൻ നിങ്ങൾക്ക് ടീച്ചർ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. മോഡേണൈസേഷൻ ഇൻക്ലൂഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇവിടെ നിന്ന് നിർത്തണം കേട്ടോ, കാരണം ഇതൊക്കെ ഒന്നിച്ചിട്ടാണ് എഴുതിയാണ്. അപ്പൊ മോഡേണൈസേഷൻ ഇൻക്ലൂഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ, എഡ്യൂക്കേഷൻ, ടെക്നോളജി, അതേപോലെ തന്നെ പിന്നെന്താ വരുന്നത് നോക്കൂ, എഡ്യൂക്കേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്, ടെക്നോളജി, ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൽ റീറ്റെയിനിങ് സെർട്ടൻ ട്രഡീഷൻ. ഇതിനെയാണ് എന്ത് പറയാ? മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരയ്ക്കണം? ഒരു ഇന്ത്യയുടെ ആധുനികവൽക്കരണം നിങ്ങളോട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ വെക്കണം? ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മോഡേണൈസേഷൻ ആണ് ഏത്? ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം. പിന്നെ അർബണൈസേഷൻ, നഗരവൽക്കരണം. കാരണം ഒരു കാലഘട്ടത്തിലെ ഇന്ത്യൻ ഗ്രാമീണ മേഖല എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ജോയിന്റ് ഫാമിലി ആയിരുന്നു. പിന്നീട് ഗ്രാമമേഖലകളിൽ നിന്നും ആളുകൾ തൊഴിൽ അന്വേഷിച്ച് മേഖലയിലേക്ക് പലായനം ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ നഗരമേഖല ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഒതുങ്ങുകയും അത് നഗരവൽക്കരണത്തിന് കാരണമാവുകയും ചെയ്തു. വർദ്ധിച്ചു വന്ന മൈഗ്രേഷൻ, തൊഴിലിന് വേണ്ടിയുള്ള കൂട്ടപലായനമാണ് ഇന്ത്യയുടെ നഗരവൽക്കരണത്തിന് കാരണമായത്. അപ്പൊ അർബണൈസേഷൻ. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, സ്പ്രെഡിങ് എഡ്യൂക്കേഷൻ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ വ്യാപനം. ടെക്നോളജി, സാങ്കേതിക വികസനം. ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ശക്തിപ്പെടുത്തൽ. അതേപോലെ തന്നെ ചില പരമ്പരാഗത മൂല്യങ്ങൾ, റീറ്റെയിനിങ് സെർട്ടൻ ട്രഡീഷൻ. ഇതൊക്കെയാണ് ഇന്ത്യയെ എന്തിലേക്ക് എത്തിച്ചത്? ഒരു മോഡേണൈസേഷനിലേക്ക് എത്തിക്കാനുള്ള കാരണം. നിങ്ങൾക്ക് അതിലുള്ള ക്ലൂവുകളാണ് ടീച്ചർ തന്നത്. ഇപ്പൊ എക്സാമിന് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അതിൽ വെക്കണം. എന്നിട്ട് നിങ്ങൾ ഈ പോയിന്റ്സിനെ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ,
ഇപ്പൊ മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ അതിൽ വെക്കേണ്ടത് കേട്ടോ. അടുത്ത ടോപ്പിക്സ് ആണ് അംബേദ്കർ ഓൺ സോഷ്യൽ എക്സ്ക്ലൂഷൻ. അംബേദ്കർ ഓൺ സോഷ്യൽ എക്സ്ക്ലൂഷൻ, അതായത് 5ാമത്തെ ടോപ്പിക്സ്. അഞ്ചാമത്തെ ടോപ്പിക്സ് ആണ് അംബേദ്കർ ഓൺ സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക ബഹിഷ്കരണത്തെ കുറിച്ചുള്ള അംബേദ്കറുടെ കാഴ്ചപ്പാട്. സാമൂഹിക ബഹിഷ്കരണത്തെ കുറിച്ച് അംബേദ്കറുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. അംബേദ്കർ അതായത് ഇവിടെ നോക്കൂ, അംബേദ്കർ opposed caste discrimination and advocated equality, social justice, education and constitutional safeguard. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അംബേദ്കർ അത് കഴിഞ്ഞ opposed caste discrimination and advocate equality, social justice, education and constitutional safeguard. അപ്പൊ എന്താണ് ഈ ഒരു വ്യൂവിൽ പറയുന്നത്? അതായത് ജാതി വിവേചനത്തിനെതിരെ അംബേദ്കർ ശക്തമായി എതിർത്തിരുന്നു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ അംബേദ്കർ അദ്ദേഹം ഏറ്റവും കൂടുതൽ അംബേദ്കർ എതിർത്തത് എന്തിനെയാണ്? ജാതി വിവേചനത്തിനെയാണ്. കാരണം ഞാൻ നിങ്ങളുടെ റെക്കോർഡിംഗ് ക്ലാസ്സിൽ പലവട്ടം പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ലൈവ് ക്ലാസ്സിലും റെക്കോർഡിംഗ് ക്ലാസ്സിലും ഒക്കെ. കാരണം അംബേദ്കർ എന്തുകൊണ്ടാണ് ഈ ജാതി വിവേചനത്തെ ഇത്രയധികം എതിർക്കാനുള്ള കാരണം? കാരണം അത്രത്തോളം ജാതി വിവേചനം ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനായിരുന്നു അംബേദ്കർ. അദ്ദേഹം സ്കൂളിന്റെ വരാന്തയിലുമല്ല, മുറ്റത്തിരുന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പല അവഹേളനങ്ങളും അദ്ദേഹം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം എവിടെ വരെ എത്തി? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ ശില്പി എന്ന പേരിലേക്ക് എത്തിപ്പെടാൻ ആർക്ക് സാധിച്ചു? ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജാതി വിവേചനത്തെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? അംബേദ്കർ ജാതി വിവേചനത്തെ ശക്തമായി എതിർത്തിരുന്നു എന്ന് പറയാനുള്ള കാരണം. അത് മാത്രല്ല, അദ്ദേഹം സത്യത്തിനും സാമൂഹിക നീതിക്കും സോഷ്യൽ ഈക്വാലിറ്റിക്കും അതേ വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. കൂടാതെ ശാക്തീകരണത്തിനായി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി, എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകി. അതേപോലെ ഭരണഘടനാപരമായ സംരക്ഷണങ്ങൾക്ക് പിന്തുണച്ചു. കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണത്തിന് പിന്തുണ നൽകി. അതുമാത്രല്ല, പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ആരെക്കുറിച്ച് പറയാനുള്ളത്? അംബേദ്കറെ കുറിച്ച് വിവരിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അംബേദ്കറെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത മാരത്തോൺ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, എൻഡിനിഫിറ്റി ആൻഡ് എൻഡിനിക് മൂവ്മെന്റ്. എന്താണ് എൻഡിനിഫിറ്റി ആൻഡ് എൻഡിനിക് മൂവ്മെന്റ് പറഞ്ഞാല്? വംശീയതയും വംശീയ പ്രസ്ഥാനങ്ങളും. വംശീയതയും അതേപോലെ തന്നെ വംശീയ പ്രസ്ഥാനവും. എൻഡിനിഫിറ്റി ആൻഡ് എൻഡിനിക് മൂവ്മെന്റ്. നോക്കൂ, എൻഡിനിഫിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഐഡന്റിറ്റി. ടീച്ചർ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. എൻഡിനിഫിറ്റി ബേസ്ഡ് ഓൺ ഷെയർഡ് ഐഡന്റിറ്റി, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. എൻഡിനിക് മൂവ്മെന്റ് സീക്ക് റെക്കഗ്നേഷൻ, ഓട്ടോണമി ആൻഡ് റൈറ്റ്. അപ്പൊ എൻഡിനിഫിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വംശീയതയും വംശീയ പ്രസ്ഥാനങ്ങളെയുമാണ് എൻഡിനിഫിറ്റി എന്ന് പറയുക. എൻഡിനിഫിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഐഡന്റിറ്റി. എൻഡിനിഫിറ്റി എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? ഐഡന്റിറ്റിയെ. പിന്നെ ലാംഗ്വേജിന്, കൾച്ചറിന്, ഹിസ്റ്ററിയെ.
ഇത്തരം കാര്യങ്ങളെയൊക്കെയാണ് ഏത് ബേസ് ചെയ്യുന്നത്, എന്തിനു ഫിറ്റ് ബേസ് ചെയ്യുന്നത്. വംശീയതയെയും വംശീയ പ്രസ്ഥാനങ്ങളെയൊക്കെയാണ് എന്തിനു ഫിറ്റ് എന്ത് ചെയ്യുന്നത്, ബേസ് ചെയ്യുന്നത്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, തിരിച്ചറിവ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ. കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രം. തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ഏത് ബേസ് ചെയ്യുന്നുണ്ട്, എന്തിനു ഫിറ്റ് ആൻഡ് എന്തിനിക് മൂവ്മെന്റ്. കൂടാതെ എന്തിനിക് മൂവ്മെന്റ് സീക്ക് റെക്കഗ്നേഷൻ. റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരത്തിനെയും ഓട്ടോണമി ഭരണത്തിനും ഓട്ടോണമി ആൻഡ് റൈറ്റ് സ്വയംഭരണവും അവകാശങ്ങളെയും ഒക്കെ ഏത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഈ എത്തിനിസിറ്റി അഥവാ എന്തിനിക് മൂവ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏതിൽ വെക്കേണ്ടത്, എന്തിനിസിറ്റി ആൻഡ് എന്തിനിക് മൂവ്മെന്റ് എന്നൊരു ടോപ്പിക്സിൽ നിങ്ങൾ വെക്കേണ്ടതായിട്ട് ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക്സ് ആണ്. അടുത്ത ടോപ്പിക്സ് എന്താ നോക്കൂ, ട്രൈബ്സ് ഇൻ ഇന്ത്യ. എന്താണ് ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാല്, ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങൾ അഥവാ നിങ്ങളുടെ ഏഴാമത്തെ ടോപ്പിക്സ്, ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങൾ, ആദിവാസി സമൂഹങ്ങൾ. ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങളെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെക്കാം അല്ലേ, കാരണം നമുക്ക് അത്രയും അറിയാം. ഇന്ത്യയിലെ ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗോത്ര വിഭാഗങ്ങൾ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ, ചൂഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് നിങ്ങൾ ഏതിൽ വെക്കേണ്ടത്, ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേണ്ടത് ട്രൈബ്സ് ഇൻ ഇന്ത്യ. അപ്പൊ നോക്കൂ, ഇന്ത്യൻ ട്രൈബ്സ് ഹാവ് distinct culture, customs and geographical concentration. ഇന്ത്യയിലെ ആദിവാസികൾ എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്ത സംസ്കാരവും ആചാരങ്ങളും നിലനിർത്തുന്നവരായിരുന്നു. അപ്പോ ഇന്ത്യയിലെ ഗോത്ര വിഭാഗക്കാർ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഗോത്ര വിഭാഗക്കാര് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡിസ്റ്റിങ് കൾച്ചർ വ്യത്യസ്ത സംസ്കാരം, കസ്റ്റം ആചാരം, വ്യത്യസ്ത സംസ്കാരവും ആചാരവും ഫോളോ ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ ഗോത്ര വിഭാഗക്കാർ. കൂടാതെ ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഒരു ആളുകൾ എവിടെയാണോ താമസിക്കുന്നത് അതേപോലെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു ആളുകൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും എങ്ങനെയായിരുന്നു, വ്യത്യസ്തമായിരുന്നു. കൂടാതെ മേജർ ട്രൈബ് ഇൻക്ലൂഡ് ഗോണ്ടാസ്, ബില്ലാസ് ആൻഡ് സാന്താൾ. ട്രൈബുകളെ ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടത്, ഗോണ്ടുകളെ, ബില്ലുകളെ, സാന്താളുകളെ. ഗോണ്ടാസ്, ബില്ലാസ്, സാന്താൾസ് എന്ന പേരിലാണ് ഗോത്ര വിഭാഗക്കാരെ അറിയപ്പെട്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏതിൽ ഫോക്കസ് ചെയ്യണം, ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്സിൽ നിങ്ങൾ പ്രധാനമായും വെക്കേണ്ടതാണ് കേട്ടോ. ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഗോത്ര വിഭാഗങ്ങൾ സംസ്കാരത്തിലും ആചാരത്തിലും വ്യത്യസ്തമാണ്. അവരുടെ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അവര് പല സ്ഥലങ്ങളിലൊക്കെ, ഗുഹകളിലും വനാന്തരങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെയാണ് താമസിച്ചിരുന്നത്. മാത്രല്ല അവരേനെ ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്, ഗോണ്ടുകളെ, ബില്ലുകളെ, സാന്താളുകളെ, ഗോണ്ടാസ്, ബില്ലാസ്, സാന്താൾസ് എന്നൊക്കെ പേരിലാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്സ് ആണ് അടുത്ത ടോപ്പിക്സ് നോക്കൂ, വുമൺ പാർട്ടി, അതായത് 8ാമത്തെ ടോപ്പിക്സ്, മാരത്തോണിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. 8ാമത്തെ ടോപ്പിക്സ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്രീഡം മൂവ്മെന്റ്, അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം. വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്രീഡം മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ കുറിച്ച്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ശക്തമായി പോരാടിയിരുന്നു. സരോജിനി നായിഡു, അനി ബസന്റ് തുടങ്ങിയ ഒരുപാട് സ്ത്രീ സമൂഹങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമരവുമായി നോക്കുമ്പോൾ ഇന്ത്യൻ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, വുമൺ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ത്രൂ പ്രൊട്ടസ്റ്റ്.
ക്യാമ്പയിൻ ആൻഡ് ലീഡർഷിപ്പ് റോൾ. സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. അതേപോലെ തന്നെ അവര് പലതരത്തില് പ്രൊട്ടസ്റ്റ്, അതായത് സംരക്ഷണത്തിനും, അതെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ പ്രക്ഷോഭങ്ങൾക്കും അതെ നേതൃത്വത്തിനും ഒക്കെ അവർ അവരുടെ പങ്ക് വളരെ അധികം വഹിച്ചിരുന്നു. അപ്പോ ഇന്ത്യൻ സ്ത്രീകള് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവരുടെ പങ്ക് എങ്ങനെയൊക്കെയാണ് നിർവഹിച്ചത്? പ്രൊട്ടസ്റ്റ് ആയിട്ടും ക്യാമ്പയിനുകളായിട്ടും ലീഡർഷിപ്പ് റോളായിട്ടും ഒക്കെയാണ് അവരവരുടെ പങ്കുകള് നിർവഹിച്ചിരുന്നത്. പല സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചൂഷിതരായിട്ടുള്ള പല ആളുകൾക്കും, മുറിവ് പറ്റിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു പരിധി വരെ സംരക്ഷണം കൊടുക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു. അതേപോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർ ക്യാമ്പയിനുകൾ എന്ന് പറഞ്ഞാൽ സമ്മേളനങ്ങള് അഥവാ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ നേതൃത്വത്തിന് ചുമതല കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ ഏതിൽ വെക്കേണ്ടത്? വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്രീഡം മൂവ്മെന്റ് എന്ന ടോപ്പിക്സിൽ നിങ്ങൾ വെക്കേണ്ടത്. അടുത്ത 9ാമത്തെ ടോപ്പിക്സ് ആണ് ദളിത് വുമൺ മൂവ്മെന്റ്, അതായത് ദളിത് വനിതാ പ്രസ്ഥാനം. ദളിതരായിട്ടുള്ള സ്ത്രീകളുടെ പ്രസ്ഥാനത്തെയാണ് ദളിത് വുമൺ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത് നോക്കൂ. ദ മൂവ്മെന്റ് അഡ്രസ് ബോത്ത് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വൈൽ പ്രൊമോട്ടിംഗ് എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ദ മൂവ്മെന്റ് അഡ്രസ് ബോത്ത് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇത് കൂട്ടിയിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്, അതാണ് ടീച്ചർ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ദ മൂവ്മെന്റ് അഡ്രസ് ബോത്ത് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ജാതി ലിംഗ വിവേചനത്തിനെതിരെ ആയിരുന്നു ദളിത് മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. പ്രൊമോട്ടിംഗ് എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക നീതിക്ക് വേണ്ടി പൊരുതുന്നതിനൊക്കെ ദളിത് വുമൺ മൂവ്മെന്റ് സഹായകരമായി. പ്രൊമോട്ടിംഗ് വുമൺ എംപവർമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനും സോഷ്യൽ ജസ്റ്റിസ് സ്ത്രീകളുടെ സാമൂഹിക നീതിക്കും, അതേപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി തുല്യ അവസരങ്ങൾക്കും, ഈക്വൽ എഡ്യൂക്കേഷൻ തുല്യ വിദ്യാഭ്യാസത്തിനും, ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി തുല്യ തൊഴിലവസരങ്ങൾക്കൊക്കെ ദളിത് വുമൺസ് വളരെയധികം എന്ത് ചെയ്തിരുന്നു? സ്ട്രഗിൾ ചെയ്തിരുന്നു. അതാണ് ഏതിൽ വരുന്നത്? ദളിത് വുമൺ മൂവ്മെന്റ് എന്ന ടോപ്പിക്സിൽ വരുന്നത്. ദ മൂവ്മെന്റ് അഡ്രസ്സസ് ബോത്ത് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ജാതി ലിംഗ വിവേചനത്തിനെതിരെയായിരുന്നു ദളിത് മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. കൂടാതെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനും, സ്ത്രീ ശാക്തീകരണത്തിനും, സാമൂഹിക നീതിക്കും, സ്ത്രീ വിദ്യാഭ്യാസത്തിനും, സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾക്കും, തുല്യ പങ്കാളിത്തത്തിനും, ജെൻഡർ ഈക്വാലിറ്റിക്കൊക്കെ അവർ പോരാടിയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏതിൽ ഫോക്കസ് ചെയ്യേണ്ടത്? ദളിത് വുമൺസ് മൂവ്മെന്റ് എന്ന ടോപ്പിക്സിൽ നിങ്ങൾ വെക്കേണ്ടത് കേട്ടോ. അടുത്തത് നമ്മളുടെ മാരത്തോണിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാല്? നമുക്ക് സംസ്ഥാനം ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. നമ്മുടെ രാജ്യത്ത് 29 സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾ ഓരോന്നും അവരുടെ നിർദ്ദേശങ്ങൾ ഓരോ ജില്ലയിലുള്ളവർക്കും അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ സംസ്ഥാനത്തിന്റെ തത്വം അഥവാ സംസ്ഥാനത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ എന്ത് ചെയ്യണമെന്നും നമ്മൾ എന്ത് ചെയ്യണ്ട എന്നും വ്യക്തമാക്കുന്നത് ഏതിലൂടെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. DPSP guided the government achieving social welfare. DPSP എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? DPSP ഗവൺമെന്റ് അച്ചീവിംഗ് സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമം, ഈക്വാലിറ്റി തുല്യത, ജസ്റ്റിസ് നീതി, എക്കണോമിക് ഡെമോക്രസി സാമ്പത്തിക
പരമായിട്ടുള്ള ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം ഇവയൊക്കെ ഉറപ്പുവരുത്തുക എന്നതാണ് ഏത് നിർദ്ദേശിച്ചത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ് നിർദ്ദേശിച്ചത്? സോഷ്യൽ വെൽഫെയർ, ഈക്വാലിറ്റി, ജസ്റ്റിസ്, എക്കണോമിക് ഡെമോക്രസി, ഇതൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏതിൽ വെക്കണം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ടോപ്പിക്സിൽ നിങ്ങൾ വെക്കണം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യം നമുക്ക് കുറച്ച് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. എന്തിനു വേണ്ടി? സോഷ്യൽ വെൽഫെയർ നിലനിർത്തുന്നതിനും, നീതിയും അതേപോലെ തന്നെ ഇക്വാലിറ്റിയും എക്കണോമിക് ഡെമോക്രസിയും ഉറപ്പാക്കുന്നതിനും, ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമരാഷ്ട്രം നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം ഈ നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. ഓക്കെ, അടുത്ത നമ്മളുടെ മാരത്തോൺ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, ഏതാണ്? സെക്കുലറിസം. എന്താ സർ? അതായത് 11ാമത്തെ ടോപ്പിക്സ്, സെക്കുലറിസം ഇൻ ഇന്ത്യ. എന്താ സെക്കുലറിസം എന്ന് പറഞ്ഞാ? മതനിരപേക്ഷത. ഇന്ത്യ ഒരു മതനിരപേക്ഷതയാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ ഒരു സെക്കുലർ കൺട്രിയാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അപ്പൊ ഇവിടെ എന്താണ് വിഭാവനം ചെയ്യുന്നത്? ഇന്ത്യ സെക്കുലറിസം പ്രൊമോട്ട് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ. ടീച്ചർ അത് ഒന്നിച്ച് എഴുതിയ ടീച്ചർ ഇതാക്കി കാണിച്ചാൽ, ഇന്ത്യ സെക്കുലറിസം പ്രൊമോട്ട് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ. ഇന്ത്യയിലെ സെക്കുലറിസം പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്? ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ. എല്ലാവർക്കും തുല്യ നീതി, എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള മതാവകാശങ്ങൾ നൽകുക, ഈക്വൽ റെസ്പെക്ട് കൊടുക്കുക, എല്ലാ മതങ്ങൾക്കും തുല്യത. അതില് ഉയർന്ന ജാതിന്നോ താഴ്ന്ന ജാതിന്നോ ഒന്നുമില്ല. മതത്തിന്റെ പേരില് ഒരു തരത്തിലുള്ള സ്ട്രഗിളും പാടില്ല. എല്ലാ മതങ്ങൾക്കും എങ്ങനെയാണ്? തുല്യ പ്രാധാന്യം. അതാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. ഒരു മതത്തിനെ മോശമായിട്ടും പറയാൻ പാടില്ല, ഒരു മതത്തിനെ വളരെ നല്ലതായിട്ടും പറയാൻ പാടില്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാ? ഇന്ത്യ സെക്കുലറിസം പ്രൊമോട്ട് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ. എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള ബഹുമാനം നൽകുക. മേജർ ചലഞ്ച് ഇൻക്ലൂഡ് കമ്മ്യൂണലിസം ആൻഡ് റിലീജിയസ് പ്ലോറലൈസേഷൻ. അതേപോലെ ഈ സെക്കുലറിസത്തിനെ നേരിടുന്ന പ്രധാന ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണലിസമാണ്, മതവർഗീയവാദം. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ വർഗീയവാദമാണ് സെക്കുലറിസത്തെ എന്ത് ചെയ്യുന്നത്? വെല്ലുവിളിക്കുന്നത്. അതേപോലെ തന്നെ റിലീജിയസ് പോളറൈസേഷൻ, അതേപോലെ വർഗീയതയും മതധ്രുവീകരണവുമാണ് സെക്കുലറിസത്തെ വെല്ലുവിളിക്കുന്ന പ്രധാന 2 കാര്യങ്ങൾ. അപ്പൊ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മതനിരപേക്ഷ രാഷ്ട്രം. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സെക്കുലറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ സെക്കുലറിസത്തിന് വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണലിസവും റിലീജിയസ് പ്ലോറലൈസേഷനുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിൽ വെക്കേണ്ട കാര്യങ്ങളാണ് ടീച്ചർ തന്നത്. പിന്നെ നിങ്ങളുടെ അറിവിന് വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ടോപ്പിക്സ് ആണ് അർബണൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസസ്. അതായത് മാരത്തോൺ ക്വസ്റ്റ്യനിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അർബണൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസസ്. നഗരവൽക്കരണവും സാമൂഹിക വർഗങ്ങളും. ഇപ്പൊ നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എന്താണ്? നമ്മളുടെ റൂറൽ മേഖലയിലുള്ള ആളുകളൊക്കെ നഗരമേഖലയിലേക്ക് തൊഴിലിനൊക്കെ വേണ്ടി പലായനം ചെയ്യപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുക? നഗരവൽക്കരണം ഉണ്ടാവുക. അപ്പൊ നോക്കൂ, അർബണൈസേഷൻ ക്രിയേറ്റ് ന്യൂ ഓക്യുപ്പേഷൻ. അർബണൈസേഷന്റെ ഭാഗമായിട്ട് പുതിയ തൊഴിലും ക്ലാസ് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. അർബണൈസേഷന്റെ ഭാഗമായി 3 കാര്യങ്ങളാണ്.
എന്താണ് ന്യൂ ഓക്യുപ്പേഷൻ, പുതിയ തൊഴിലവസരങ്ങൾ തേടിയും, പിന്നെന്താണ് ക്ലാസ് സ്ട്രക്ചർ, ക്ലാസ് വർഗത്തിന്റെ ഘടനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും, സോഷ്യൽ മൊബിലിറ്റി സാമൂഹിക ചലനാത്മകതയ്ക്കും വേണ്ടിയാണ് എന്തുണ്ടാകുന്നത്, അർബണൈസേഷനും സോഷ്യൽ ക്ലാസസും ഉണ്ടായത്. സോഷ്യൽ ക്ലാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, സാമൂഹികമായ വർഗീകരണം. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. ഉയർന്ന ജോലി സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ അപ്പർ ക്ലാസ് എന്നും, ഒരു മധ്യവർത്തികളായിട്ടുള്ളവരെ മിഡിൽ ക്ലാസ് എന്നും, അതിലും താഴ്ന്ന ജോലികൾ ചെയ്യുന്നവരെ ലോവർ ക്ലാസ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് തരംതിരിവിന് കാരണമായത് എന്തെന്നെയാണ്? അർബണൈസേഷൻ ആണ്. അപ്പൊ അർബണൈസേഷന്റെ ഭാഗമായി 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്: ന്യൂ ഓക്യുപ്പേഷൻ, ക്ലാസ് സ്ട്രക്ചർ, സോഷ്യൽ മൊബിലിറ്റി. കൂടാതെ നമുക്കറിയാം, പലതരത്തിലുള്ള ഇൻഇക്വാലിറ്റി, അസമത്വങ്ങളും ഏതിനു വഴിവെച്ചു? അർബണൈസേഷനും സോഷ്യൽ ക്ലാസസിനും കാരണമായി. അപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ് നിങ്ങൾ ഏതില് ഉൾക്കൊള്ളിക്കേണ്ടത്? നഗരവൽക്കരണവും സാമൂഹിക വർഗീകരണവും എന്ന ടോപ്പിക്സിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത് കേട്ടോ. അപ്പൊ അർബണൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസസ് എന്തിനൊക്കെ കാരണമായ? ന്യൂ ഓക്യുപ്പേഷൻ, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു, പുതിയ വർഗഘടനകൾക്ക് രൂപം കൊണ്ടു, മൊബിലിറ്റി എന്നാൽ സോഷ്യൽ മൊബിലിറ്റി, സാമൂഹികമായ ചലനാത്മകത വർദ്ധിച്ചു, സാമ്പത്തിക അവസരങ്ങൾ വികസിച്ചു, പക്ഷേ സാമൂഹിക അസമത്വങ്ങൾക്ക് കാരണമായി. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഏതിൽ വെക്കേണ്ടത്? അർബണൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസസ് എന്ന ടോപ്പിക്സിൽ വെക്കേണ്ടത് കേട്ടോ. അടുത്ത ടോപ്പിക്സ് ആണ് 13ാമത്തെ ടോപ്പിക്സ് ആണ് വർക്കേഴ്സ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനം. ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, തൊഴിലിനു വേണ്ടിയും തൊഴിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഒരു ഈക്വൽ വേജിനു വേണ്ടിയൊക്കെ പോരാടിയ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഏതിനെ അറിയപ്പെടുന്നത്? വർക്കേഴ്സ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ടീച്ചറെ 13 ടോപ്പിക്കാണ് പറഞ്ഞത്. ഈ 13 ടോപ്പിക്സ് നിങ്ങൾ നന്നായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 5 ക്വസ്റ്റ്യൻ ആണ്. ഈ 5 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ വർക്കേഴ്സ് മൂവ്മെന്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ. വർക്കേഴ്സ് മൂവ്മെന്റ് ഫോക്കസ് ഓൺ ലേബർ റൈറ്റ്. വർക്കേഴ്സ് മൂവ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ലേബർ റൈറ്റ്, തൊഴിലാളി അവകാശങ്ങൾ, ഫയർ വേജ്, ഇംപവേർഡ് വർക്കിംഗ് കണ്ടീഷൻ, ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്, വർക്കേഴ്സ് മൂവ്മെന്റ് പ്രവർത്തിക്കുന്നത്. ന്യായമായ വേതനം, ഈക്വൽ ഫെയർ വേജ്, ഈക്വൽ ആയിട്ടുള്ള വേജ്. ഇംപ്രൂവ്ഡ് വർക്കിംഗ് കണ്ടീഷൻ, മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ. ഒരു കാലഘട്ടത്തില് ഇന്ത്യയിലെ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത് എത്ര മണിക്കൂറായിരുന്നു? 18 മണിക്കൂറായിരുന്നു. അതാണ് പിന്നീട് ആകെ 24 മണിക്കൂറേ ഉള്ളൂ. അതിലെ 18 മണിക്കൂർ ജോലി ചെയ്യുക, അതിന് 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വേതനം എന്ന് പറയുന്നത്, കൂലി എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരുന്നു. അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാനാണ് ഏത് പ്രസ്ഥാനം ഉടലെടുത്തത്? വർക്കേഴ്സ് മൂവ്മെന്റ് ഇന്ത്യ, ഇന്ത്യയുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. അതിന്റെ ഭാഗമായിട്ട് ദ വർക്കേഴ്സ് മൂവ്മെന്റ് ഫോക്കസ് ഓൺ ലേബർ റൈറ്റ്. തൊഴിലാളികളുടെ വർക്കേഴ്സ് മൂവ്മെന്റ് ഫോക്കസ് ഓൺ ആട്ടോ. ഇത് കൂട്ടി എഴുതിയോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കരുത്. ഫോക്കസ് ഓൺ ആണ്, ഫോക്കസ് ഓൺ ലേബർ റൈറ്റ് എന്നാണ്. വർക്കേഴ്സ് മൂവ്മെന്റ് ഫോക്കസ് ചെയ്തത് തൊഴിലാളികളുടെ അവകാശങ്ങൾ, ഫെയർ വേജ്, തുല്യമായ വേതനം, ഇംപവേർഡ് വർക്കിംഗ് കണ്ടീഷൻ, അതേപോലെ തന്നെ തൊഴിൽ സാഹചര്യങ്ങൾ. ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് വർക്കേഴ്സ് മൂവ്മെന്റ് ഇന്ത്യയിൽ രൂപം കൊണ്ടത്. ന്യായമായ വേതനത്തിനും മികച്ച തൊഴിൽ സാഹചര്യത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇന്ത്യയിൽ വർക്കേഴ്സ് മൂവ്മെന്റ് രൂപം കൊണ്ടത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശനിയാഴ്ചത്തെ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിന്റെ എക്സാം വളരെ എളുപ്പമാകട്ടെ. അതേപോലെ തന്നെ ഒന്നുകൂടി ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം വരുന്ന ടോപ്പിക്സുകള്. നോക്കൂ: പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ഇൻ ഇന്ത്യ, ഗാന്ധി സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്, ഗാന്ധി വ്യൂ ഓൺ നാഷണാലിസം, മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, അംബേദ്കർ ഓൺ സോഷ്യൽ എക്സ്ക്ലൂഷൻ, എത്നിസിറ്റി ആൻഡ് എത്നിക് മൂവ്മെന്റ്, ട്രൈബ് ഇൻ ഇന്ത്യ,
വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്രീഡം മൂവ്മെന്റ്, ദളിത് വുമൺ മൂവ്മെന്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സെക്യുലറിസം ഇൻ ഇന്ത്യ, അർബണൈസേഷൻ ആൻഡ് സോഷ്യൽ ക്ലാസസ് ആൻഡ് വർക്കേഴ്സ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.